കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ കഴിഞ്ഞു, നട തുറന്നു. അപ്പം എല്ലാവരും വരൂ കേട്ടോ. ഇന്നത്തെ അലങ്കാരം എന്താണെന്ന് നോക്കണം, തൊഴണം, ഗുരുവായൂരപ്പനെ തൊഴണം. അപ്പോൾ വേഗം വരൂ. ആദ്യ ഗണപതി ക്ഷേത്രത്തിൽ, കിഴക്കേ നടയിലുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോയി തൊഴുതു. ഇനി നേരെ അങ്ങോട്ട് വരിക. ഗോപുരമൊക്കെ വാതിലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് വരികയാണ്. അപ്പോൾ നേരെ അങ്ങനെ ഗുരുവായൂരപ്പനെ കാണാനുള്ള ത്വരയോടെ നമ്മൾ വേഗം നടക്കുകയാണ്. ആ വാതിൽപ്പടി കയറുമ്പോൾ വലിയ നാരായണീയം എഴുതിയ അവിടേക്ക് നോക്കിയിട്ട് തൊഴുക. അത് കഴിഞ്ഞ് നേരെ ആ നരസിംഹാവതാരം കാണിച്ച സ്ഥലത്തേക്ക് നോക്കിയിട്ട് ആ തൂണ് നോക്കിയിട്ട് തൊഴുക. അങ്ങനെ നേരെ അവിടെ നിന്ന് നോക്കുമ്പോൾ ശ്രീലകത്തെ ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ നിന്ന് പൊന്നുണ്ണിക്കണ്ണനായിട്ട് ഒരു താമരപ്പൂവ് കാണാണ്ട്, നല്ല താമര ഇതളുള്ള താമരപ്പൂവൊക്കെ ആയിട്ട് അതിൻ്റെ മുകളിൽ കാലിങ്ങനെ പിണച്ചു വെച്ചിട്ട് വലത്തെ കയ്യിൽ വെണ്ണയും ഇടത്തെ കയ്യിൽ ഓടക്കുഴലുമായിട്ടുള്ള പൊന്നുണ്ണിക്കണ്ണാട്ടോ ഇന്നത്തെ ശ്രീലകത്തെ കളഭാലങ്കാരം. വളരെ കേമായിട്ട് അത് ചാർത്തിയിട്ടുണ്ട്. നല്ലൊരു ചാർത്താണ്. ഇന്നിപ്പോൾ പഞ്ചഗവ്യമൊക്കെ ആണല്ലോ. അപ്പോൾ ഇന്ന് ഉച്ചപൂജ ഉണ്ടായിരുന്നത്, പഞ്ചഗവ്യ ആട്ടിലൊക്കെ ഉണ്ടായിരുന്നത് കക്കാട് കൊച്ചോദിക്കനാണ്. അതുപോലെ കളഭാലങ്കാരം ഉണ്ടായിരുന്നത് മുന്നൂലം ഭവോദിക്കനാണ്. വളരെ നന്നായിട്ടുള്ള ചാർത്താണ്. കാൽവളകൾ ചാർത്തിയിട്ടുണ്ട്, കൈവളകൾ ചാർത്തിയിട്ടുണ്ട്, തോൾവളകൾ അണിഞ്ഞിട്ടുണ്ട്, കാതിൽ ചാർത്തിയിട്ടുണ്ട്. അതുപോലെ പൊന്നിൻ്റെ ഗോപി ചാർത്തിയിട്ടുണ്ട്, തിലകം ചാർത്തിയിട്ടുണ്ട്. അതേപോലെ പീലിയുണ്ട്, കളപ്പം കൊണ്ട് പീലി ചാർത്തിയിട്ടുണ്ട്. വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാഴ്ചയൊക്കെയാണ് ഇന്ന് ശ്രീലകത്തെ. ആ പൊന്നിൻ്റെ ഗോപി ഇങ്ങനെ ചാർത്തിയ കാരണം, പൊന്നിൻ്റെ മാലയൊക്കെ ഇട്ട കാരണം നന്നായിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത്. വളരെ സന്തോഷമായിട്ടുള്ള കാഴ്ചയാണ്. അപ്പം എല്ലാവരും കണ്ടോളൂ, ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുക. ഗുരുവായൂരപ്പൻ്റെ ആ ഒരു കാഴ്ച കണ്ട് തൊഴുതോളൂ. അപ്പോൾ ഇനി നമുക്ക് തൊഴുതിങ്ങനെ ഇറങ്ങാം. അങ്ങനെ ഇറങ്ങിയിട്ട് ആ വിഘ്നേശ്വരൻ്റെ അടുത്ത് പോയിട്ട് വിഘ്നേശ്വരനെ കണ്ടു തൊഴാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ സരസ്വതി ദേവീനെയും കണ്ടു തൊഴാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടെ തൊട്ടിട്ട് നമുക്കിങ്ങനെ മേൽശാന്തിയുടെ അടുത്ത് നിന്ന് പ്രസാദമൊക്കെ വാങ്ങി അവിടെ പുറകു വശത്ത് പോയിട്ട് സാഷ്ടാംഗം നമസ്കരിക്കാം. അത് കഴിഞ്ഞ് അനന്തപദ്മനാഭനെ കണ്ടു തൊഴാം. അത് കഴിഞ്ഞ് നേരെ ചതുർബാഹുവായ വിഗ്രഹങ്ങളൊക്കെ കണ്ടിട്ട് ദശാവതാര രൂപങ്ങളൊക്കെ കണ്ട് നേരെ നമുക്കിങ്ങനെ നടക്കാം. അങ്ങനെ ആ മുരുകനെ കണ്ടു തൊഴാം, ഹനുമാൻ സ്വാമീനെ കണ്ടു തൊഴാം. ഹനുമാൻ്റെ അവിടെ നിന്ന് ഇന്ന് ഇന്ന് മാല നാരങ്ങമാലയാണ് കേട്ടോ, നാരങ്ങമാല ഇട്ടിട്ടുണ്ട്. അതുപോലെ കുങ്കുമമൊക്കെ അണിഞ്ഞിട്ടുണ്ട്, കുങ്കുമമൊക്കെ എടുത്ത് തൊടാം. അങ്ങനെ തൊഴുത് ആ ഉണ്ണിക്കണ്ണനെ, താമരക്കണ്ണനെ കണ്ടു തൊഴാം. പിന്നെ ആ കണ്ണൻ നൃത്തം ചെയ്യുന്ന സ്ഥലത്ത് വന്നിട്ട് കണ്ടു തൊഴാം. അങ്ങനെ നമുക്ക് വടക്കേ വാതിലിലൂടെ പുറത്ത് കടന്ന് ഇനി ഭഗവതിയുടെ അടുത്തേക്ക് പോവാം. എടത്തരികത്ത് കാവിലെ നമ്മുടെ അടുത്ത് പോയി തൊഴാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ കണ്ടു തൊഴുത് ഇനി മമ്മിയൂരപ്പനെയും കണ്ടു തൊഴുത് ഒരിക്കൽ കൂടി നമുക്ക് ആ കൊടിമരമൊക്കെ നോക്കി കണ്ടു തൊഴുത് ഒരിക്കൽ കൂടി ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് നമ്മളെ വെണ്ണക്കണ്ണനെ ഒന്നുകൂടി കാണാം. താമരയിൽ നിൽക്കുന്ന ആ വെണ്ണക്കണ്ണനെ ഒന്നുകൂടി കണ്ടു തൊഴുത് കൂത്തമ്പലത്തിലെ നോക്കി കണ്ടു തൊഴാം. അത് കഴിഞ്ഞ് അയ്യപ്പനെ കണ്ടു തൊഴാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അവിടെ നിന്ന് പ്രദക്ഷിണമായിട്ട് വന്നിട്ട് പടിഞ്ഞാറ നടയിലെത്തിയിട്ട് ആ കൊടിമരവും ദീപസ്തംഭമൊക്കെ കണ്ടു തൊഴാം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. അങ്ങനെ കണ്ടു തൊഴുത് എല്ലാവരും എൻ്റെ കൂടെ വന്നു. ഇന്നിപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിന് ഉള്ള കളഭാലങ്കാരം താമരയിൽ താമരക്കണ്ണനെ കണ്ട് തൊഴുതു കേട്ടോ. താമരയിൽ വെണ്ണ കൈ പിടിച്ച് ഒരു കയ്യിൽ ഓടക്കുഴലും പിടിച്ച കണ്ണനെ കണ്ട് തൊഴുതു.
എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ.